ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാർബിഡാൻ. കാർബിഡയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ PSCയുമായി റിലേറ്റ് ചെയ്തതല്ല, മറിച്ച് ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ഇനിയിപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞു. സോ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നവരുണ്ട്. സോ നിങ്ങൾക്ക് ഓപ്ഷൻ either +2 ജോയിൻ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ നിറയെ ഷോർട്ട് ടേം കോഴ്സുകൾ, അങ്ങനെയുള്ള പല കോഴ്സുകളും ലഭ്യമാണ്. മെയിൻലി ഒരു 80% ആളുകളും +2 പോകുന്നതായിരിക്കും സെലക്ട് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് നിങ്ങൾ +2 ജോയിൻ ചെയ്യുക. ബാക്കിയുള്ള 20% ആൾക്കാർക്കുള്ളതാണ് ഈ വീഡിയോ. അതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, എന്താണ് ഇനി ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഈ തിയറി ക്ലാസ്സുകൾ പഠിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടാകും. സോ അതുകൊണ്ടാണ് അവർക്ക് തിയറി എക്സാമുകളിൽ മാർക്ക് കുറയാനുള്ള കാരണം. അവരുടെ അഭിരുചി മറ്റു പലതിലായിരിക്കും. അവരിൽ തന്നെ ഈ പറയുന്ന 20%-ൽ തന്നെ ഒരു 10% മുകളിലുള്ളവർക്ക് ടെക്നിക്കൽ സ്കില്ലുകൾ ഉണ്ടാകും. ഇപ്പോൾ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ശരിയാക്കുന്ന ആളുകൾ ടിവിയോ റേഡിയോ ഒക്കെ തുറന്ന് പരിശോധിച്ച് ശരിയാക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും. കാരണം അവരിലൊരു അഭിരുചിയുണ്ട്. സോ അങ്ങനത്തെ ആളുകൾക്ക് പെട്ടെന്ന് ടെക്നീഷ്യൻ ആകാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ITI കോഴ്സുകൾ. നമുക്ക് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കോഴ്സുകളാണ്. ഇപ്പോൾ ഇലക്ട്രീഷ്യൻ ആയാലും വയർമാൻ ആയാലും വെൽഡർ, പ്ലംബർ, കാർപ്പൻറ്റർ തുടങ്ങിയ മേഖലയിലുള്ള എല്ലാ കോഴ്സുകളും നിലവിൽ ITIയിൽ ലഭ്യമാണ്. അതിൽ കേരള ഗവൺമെൻറ്, വിശിഷ്യാൽ കേരള ഗവൺമെൻറ്റാണ് ഇതിൽ ITIയിൽ മാക്സിമം കോഴ്സുകൾ നടത്തുന്നത്. എല്ലാ ജില്ലകളിലും ഈ പറയുന്ന ഗവൺമെൻറ് ITI കേന്ദ്രങ്ങളുണ്ടാവും. അതുകൂടാതെ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് ITI കേന്ദ്രങ്ങളുണ്ടാവും. സോ അവിടെ പോയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. ഇതിൽ ചില കോഴ്സുകൾക്കൊക്കെ, കൂടുതൽ ഹാൻഡ് മെയ്ഡ് കോഴ്സുകൾക്കൊക്കെ 8th പാസ് മതി. എന്നാൽ ചില കോഴ്സുകൾക്ക് 10th വേണം. അങ്ങനെയാണ്. മിനിമം ഏജ് 14 വയസ്സാണ്. ചില വിശിഷ്യാൽ കോഴ്സുകൾക്ക് മാത്രം 16 വയസ്സായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ അവർ +2 വരെ കാത്തിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മാക്സിമം 14 വയസ്സായിരിക്കും 10 കഴിയുമ്പോൾ, 16 വയസ്സ് വരെ കാത്തിരിക്കുക. അങ്ങനെ ചെയ്യേണ്ടി വരും. സോ ഈ ITI കോഴ്സാണ്. അതായത് ഒരു സ്കില്ല് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ ITIയിലൂടെ. ഒരു ടെക്നീഷ്യൻ ആവുക, ഒരു എൻജിനീയർ ആവുക എന്നുള്ളതാണ് BTech പഠിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഒരു ടെക്നീഷ്യൻ ആവുക എന്നുള്ളതാണ് ITI പഠിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടുതലായിട്ടുള്ള പ്രാക്ടിക്കൽ മേഖലകൾ പഠിച്ച്, അതായത് ഒരു പ്രവൃത്തി, ഇപ്പോൾ എൻജിനീയറിങ്ങിൽ കുറച്ച് തിയറീസാണ് കൂടുതൽ പഠിക്കുന്നത്, എങ്ങനെയാണ് വർക്കുകളെന്ന്. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ്, അതിൻ്റെ ഒരു സ്കിൽഡ് ലേബറായിട്ടുള്ള ആൾ എന്ന് പറയുന്നത് ഈ ITI പഠിച്ച ആളാണ്. സോ അയാളാണ് ഈ വർക്ക് ചെയ്യുക. സോ വർക്ക് ചെയ്യാൻ അറിയണമെങ്കിൽ പ്രാക്ടിക്കലാണ് കൂടുതൽ, തിയറി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ITIയിലുള്ള എക്സാമുകൾ പാസ്സാകാൻ വളരെ എളുപ്പമായി കമ്പയർഡ് ടു ഈ പറയുന്ന എൻജിനീയറിംഗ് ആണെങ്കിലും നിങ്ങളുടെ +2 ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ കോഴ്സിനെ അപേക്ഷിച്ച് പഠിക്കാൻ കുറച്ച് മടിയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ്, അതായത് ഈ ITI കോഴ്സുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് വളരെ ഈസി ആയിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള പ്രാക്ടിക്കൽ ലഭിച്ച് നിങ്ങൾക്ക് അതുപോലെയുള്ള കോഴ്സുകൾക്ക് നീങ്ങാം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ഒരുപാട് ITIകളുണ്ട്. അതിനെക്കുറിച്ച് എല്ലാവർക്കും ധാരണയുണ്ടാവും. സോ അതിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. കേരളത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ITIയെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് പല ആളുകൾക്കും അറിയാത്ത കാര്യമായിരിക്കും. കേന്ദ്ര ഗവൺമെൻറ് നിലവിൽ കേരളത്തിൽ 2 ITIകളാണ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് അവ ITIകളായിട്ടല്ല പ്രവർത്തിക്കുന്നത്. അവ നാഷണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള നാഷണൽ സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ കീഴിലൊരു സബ് ഡിവിഷനായിട്ടാണ് ഇത്തരത്തിലുള്ള ITIകൾ പ്രവർത്തിക്കുന്നത്. ഈ പറയുന്ന സ്റ്റേറ്റിലാണെങ്കിലും സെൻട്രലിലാണെങ്കിലും ഈ ഒരു ITIകൾക്ക് വേണ്ടിയിട്ടുള്ള ദേശീയമായിട്ടുള്ള നയരൂപീകരണങ്ങളൊക്കെ നടത്തുന്നത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഇത് മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കീഴിലാണ് വരുന്നത്. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഈ ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ ഓഫ് ട്രെയിനിങ് വരുന്നത്. ഈ ഡയറക്ടറേറ്റ് ജനറലാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ്, അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റിലെയും സെൻട്രലിലെയും ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും നയങ്ങളൊക്കെ രൂപീകരിക്കുന്നത് ഈ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിങ്ങാണ്. ഈ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിങ്ങിൻ്റെ നേരിട്ടിട്ടുള്ള കീഴിലുള്ള കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ് ഇത്തരത്തിലുള്ള നാഷണൽ സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. അവിടെയുള്ള ITIകളാണ് ഈ പറയുന്ന ക്രാഫ്റ്റ് ട്രെയിനിങ് സ്കീം എന്നറിയപ്പെടുന്ന ITIകൾ നടത്തുന്നത്. പക്ഷേ
ഇവിടെ ഇത്തരത്തിലുള്ള ഈ ഐ ടി ഐകളിൽ നോർമലായിട്ടുള്ള ഐ ടി ഐ കോഴ്സുകൾ, അതായത് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തുന്ന ഈ പറയുന്ന ഇലക്ട്രീഷ്യൻ, വയർമാന്, വെൽഡർ, പ്ലംബർ, കാർപ്പൻറ്റർ തുടങ്ങിയ കോഴ്സുകൾ നടത്തുന്നത് വളരെ കുറവാണ്. കാരണം അവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഐ ടി ഐ കോഴ്സ് നടത്തുക എന്നുള്ളതല്ല, മറിച്ച് ഇൻസ്ട്രക്ടർ കോഴ്സുകൾ നടത്തുക എന്നുള്ള രൂപത്തിലാണ് അവർ മെയിനായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ എന്താണ് ഇൻസ്ട്രക്ടർ കോഴ്സ് എന്ന് പറഞ്ഞാൽ, ഈ ഐ ടി ഐ കോഴ്സ് കഴിഞ്ഞ് നമുക്കൊരു ഐ ടി ഐക്ക് ഒരു ബി എഡ് പോലെയുള്ള ഒരു സംഭവമാണ് CITS, ക്രാഫ്റ്റ് ഇൻസ്ട്രക്ടർ ട്രെയിനിങ് സ്കീമിൻ്റെ കീഴിലുള്ള CITS കോഴ്സ്. അതായത് ഐ ടി ഐകളിലെ അധ്യാപകരാകാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണിത്. പക്ഷേ ഇത് കേരളത്തിൽ ഇതുവരെ PSC അങ്ങനെ അല്ലെങ്കിലോ കേരള ഗവൺമെൻറ്റോ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പൂർണ്ണമായിട്ടും ഈ CITS വേണമെന്നുള്ള നിർബന്ധം പിടിച്ചിട്ടില്ല. കാരണം ഇവിടെ 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് IT അധ്യാപകനാകാൻ കഴിയും. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലോ അല്ലെങ്കിൽ മറ്റ് നോർത്ത് ഇന്ത്യയിൽ പല IT ഐകളിലും അധ്യാപകരാകാൻ CITS നിർബന്ധം. പോരാത്തതിന് ഈ പറയുന്ന ഈ NST ഐകളിലോ NST ഐകളിൽ 2 ടീച്ചിങ് തസ്തികകളാണ് വരിക. ഇപ്പോൾ നമ്മൾ കേന്ദ്ര വിദ്യാലയമാണെങ്കിൽ LPR, TPGT എന്ന് പോസ്റ്റുകളൊക്കെ വരും, അതായത് ഓരോ ലെവലിൽ. ഇവിടെയാണെങ്കിൽ അത് ആദ്യത്തെ എൻട്രി ലെവലിൽ VI വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ എന്നും പിന്നെ ട്രെയിനിങ് ഓഫീസർ എന്നിങ്ങനെ 2 പോസ്റ്റുകളാണ് അധ്യാപക തസ്തികകൾ കൈകാര്യം ചെയ്യുന്നത്. അതിനേക്ക് മുകളിലേക്ക് അസിസ്റ്റൻറ്റ് ഡയറക്ടർ അങ്ങനെയുള്ള പോസ്റ്റുകളുണ്ട്. സോ ഈ പറയുന്ന VI ആണെങ്കിലും TO ആണെങ്കിലും ഇതിനൊക്കെ CITS നിർബന്ധമാണ്. സോ കേന്ദ്ര ഗവൺമെൻറ്റിൽ ഒരു ജോലി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ITI കഴിഞ്ഞ് CITS എന്ന കോഴ്സിലേക്ക് പോകാവുന്നതാണ്. സോ നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ITI കോഴ്സിനെ കുറിച്ച്. ഈ ITI കോഴ്സ് നിങ്ങൾക്ക് നിലവിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 2 സ്ഥാപനങ്ങൾ മാത്രമാണുള്ളത്. അത് ഒന്ന് കോഴിക്കോടും ഒന്ന് തിരുവനന്തപുരത്തും. നിങ്ങൾക്കറിയാം NITനെ കുറിച്ച് നിങ്ങൾക്കറിയാം. അവിടെ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ നടത്തുന്നതുകൊണ്ട് NIT കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്. IITകൾ കഴിഞ്ഞാൽ NITകളാണ് ഏറ്റവും മികച്ചതായി നിൽക്കുന്നത്. സോ അതുപോലെ നമ്മുടെ ടെക്നിക്കൽ ഫീൽഡിൽ ITIകളിലേക്ക് വന്നാൽ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളാണ് ഈ പറയുന്ന NSTകൾ. അത് കേരളത്തിലെ ITIകളിലേക്കാളും മികച്ച ഇൻഫ്രാസ്ട്രക്ചറോടുകൂടി നിലനിൽക്കുന്ന സ്ഥാപനങ്ങളാണ്. പക്ഷേ നമ്മൾ കേരളത്തിലായിട്ട് പോലും കേരളത്തിലെ ആളുകൾക്ക് ഈ പറയുന്ന ഇത്തരത്തിലുള്ളൊരു സ്ഥാപനം കോഴിക്കോട് നിലനിൽക്കുന്നതായിട്ട് അറിവുണ്ടാവില്ല. അത് കോഴിക്കോട് പരിസര പ്രദേശത്തുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും അറിയുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തുണ്ട്. പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള, ഗേൾസിന് വേണ്ടി മാത്രമായിട്ടുള്ള സ്ഥാപനമാണ്. അവിടെ ഗേൾസിന് മാത്രമാണ് പഠിക്കാൻ കഴിയുക. അവിടെയും ഈ പറയുന്ന CITS ആണെങ്കിലും CTS, ITI ആണെങ്കിലും ITI ഇൻസ്ട്രക്ടറായിട്ടുള്ള കോഴ്സുകളും ഉണ്ടാകും. ഇതിന് കൂടാതെ അവിടെ ചില ഷോർട്ട് ടേം കോഴ്സുകൾ, 1 ആഴ്ച 2 ആഴ്ച കോഴ്സുകളും നടത്തപ്പെടുന്നുണ്ടാകും. അത് പ്രത്യേകിച്ച് ITIയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിലെ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ഇത്തരത്തിലുള്ള NSTIകളിൽ നടത്തുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിവിധ സ്കിൽ ട്രെയിനിങ്ങുകൾ. വ്യത്യസ്തമായ വിഭാഗത്തിന് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇന്ന വിഭാഗത്തിന് ഒരു ട്രെയിനിങ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇത്തരത്തിൽ സ്ഥാപനത്തിൻ്റെ മറ്റു ധർമ്മങ്ങൾ. അതായത് ഈ ITIയും CITSും കഴിഞ്ഞ മറ്റൊരു ധർമ്മം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്കിൽ കോഴ്സുകൾ. അതായത് വ്യത്യസ്ത നമ്മുടെ തൊഴിലുള്ള വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് നൽകുക, അവർക്കുള്ള സഹായങ്ങൾ നൽകുക, അവർക്കുള്ള ട്രെയിനിങ് നൽകുക, അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്ത് അവരുടെ വർക്കിൽ മികച്ചതാക്കുക എന്നുള്ളതാണ് ലക്ഷ്യപ്പെടുന്നത്. ഇപ്പോൾ പറയുന്ന ഈ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ NDA ഗവൺമെൻറ് ഉണ്ട്. അതിൻ്റെ ആദ്യത്തെ വർഷത്തിലാണ് ഇതേപോലുള്ളൊരു പുതിയൊരു മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. അതായത് അതിനു മുമ്പ് ഇത് ലേബർ മിനിസ്റ്ററിൻ്റെ കീഴിലായിരുന്നു. പിന്നീട് പുതിയൊരു മിനിസ്ട്രി ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ കൂടുതൽ സ്കിൽ ഇന്ത്യ എന്നൊരു ഇനീഷ്യേറ്റീവിൻ്റെ കീഴിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ആരംഭിച്ചിരിക്കുകയാണ്. അത് ഇപ്പോൾ വിശ്വകർമ്മ ലെവലിലുള്ള പല സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യാനുള്ള കോഴ്സുകൾ നൽകുന്നുണ്ട്. ഈ പറയുന്ന സാധാരണ ആളുകൾക്ക് ഇപ്പോൾ കൈത്തൊഴിലുകളുണ്ടാവും. ഇപ്പോൾ നമ്മൾ ആശാരി അല്ലെങ്കിൽ ഗോൾഡ് സ്മിത്ത്, ബ്ലാക്ക് സ്മിത്ത് പോലെയുള്ള ആളുകൾക്ക് സ്കില്ലുകൾ നൽകുന്നു. സോ നമ്മൾ പറഞ്ഞു വരുന്ന 10ാം ക്ലാസ് കഴിഞ്ഞവർക്കുള്ള കാര്യത്തിലേക്ക് തിരിച്ചു വരാം. അത് ITI ആണ്. കൂടാതെ ഒരു കോഴ്സും കൂടി ഇവർ നടത്തുന്നുണ്ട്. അത് ഡിപ്ലോമ കോഴ്സ്. ഡിപ്ലോമയിൽ ഇപ്പോൾ മെയിനായിട്ട് ഒരു കോഴ്സാണ് നടക്കുന്നത്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ IT ആൻഡ് നെറ്റ്വർക്കിംഗ്. സോ അത് +2 കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ ITI കഴിഞ്ഞവർക്കാണ് അതിൽ അപ്ലൈ ചെയ്യാൻ കഴിയുക. അതിൻ്റെ വിജ്ഞാപനം നേരിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഹെഡ്ക്വാർട്ടേഴ്സ്, അതായത് ന്യൂഡൽഹിയിലെ ഈ DGT ഹെഡ്ക്വാർട്ടേഴ്സ് മുഖാന്തരമാണ് വിളിക്കുക. സോ അതിന് ചിലപ്പോൾ ഒരു എൻട്രൻസ് എക്സാമൊക്കെ ഉണ്ടാവും, ഈ എഞ്ചിനീയറിംഗ് എക്സാം പോലെ. ആ എൻട്രൻസ് എക്സാം പാസ്സാകുന്ന മുറക്കായിരിക്കും ഈ പറയുന്ന കോഴിക്കോടോ അല്ലെങ്കിൽ ചെന്നൈയോ മറ്റ് ഇടങ്ങളിൽ ലഭിക്കുക. ഈ പറയുന്ന ITI കോഴ്സുകൾ NSTIകൾ ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും ഉണ്ട്.
അതായത് 20-ന് മുകളിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ഉടനീളം ഉണ്ട്. അത് ഇപ്പം നമുക്ക് ഏറ്റവും അടുത്ത് ലഭ്യമായിട്ടുള്ളത് കോഴിക്കോട്, അതുപോലെ തിരുവനന്തപുരം, ട്രിച്ചി, ബാംഗ്ലൂർ, ചെന്നൈ എന്നിവിടങ്ങളിലാണ് ഏറ്റവും അടുത്തതായിട്ട്, കേരളത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥാപനങ്ങൾ ഇവയാണ്. ഇവിടെയൊക്കെ വ്യത്യസ്തമായ കോഴ്സുകളാണ് നിലവിലുള്ളത്. നമുക്ക് കേരളത്തിലെ കോഴ്സുകൾ, കേരളത്തിൽ അവൈലബിളായ കോഴ്സുകളെ കുറിച്ച് നോക്കാം. അത് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുണ്ടാവുക ഈ പറയുന്ന ജനറലായിട്ട് എല്ലാവർക്കും പഠിക്കാം. വിമൺ മാത്രമേ പഠിക്കാൻ കഴിയുള്ളൂ തിരുവനന്തപുരത്ത്. ഇപ്പോൾ നമുക്ക് കാലിക്കറ്റ് മാത്രം എടുക്കാം. കാലിക്കറ്റാണ് ജനറലായിട്ട് എല്ലാവർക്കും പഠിക്കാൻ കഴിയുള്ളൂ. കാലിക്കറ്റിൽ എടുത്ത് നോക്കിയാൽ അവിടെ 4-5 കോഴ്സുകളാണുള്ളത്. അതിനെക്കുറിച്ച് അവരുടെ തന്നെ നോട്ടിഫിക്കേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ പറയുന്ന അടുത്ത മാസവും അതിൻ്റെ അടുത്ത മാസമായിട്ട് ആയിരിക്കും അതിൻ്റെ അപേക്ഷിക്കേണ്ട അവസാന തീയതിയൊക്കെ. അപ്പോൾ അതൊക്കെ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാവും. അതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. സോ നമുക്ക് അവരുടെ ഒരു നോട്ടിഫിക്കേഷൻ നോക്കാം. ഓക്കെ, ഇതാണ് അവരുടെ ഒരു ഒഫീഷ്യൽ CTSൻ്റെ അഡ്മിഷൻ്റെ നോട്ടീസ് 2025-26 വർഷത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. 6 കോഴ്സുകളാണ് നിലവിൽ ഈ പറയുന്ന NSTI കോഴിക്കോട് ഉള്ളത്. അതേതൊക്കെയാണെന്ന് വെച്ചാൽ സോളാർ ടെക്നീഷ്യൻ ഇലക്ട്രിക്കലാണ്. അതിന് വേണ്ടിയുള്ള യോഗ്യത അറിയുന്നത് 10ാം ക്ലാസ് പാസ്സാവും. അതായത് ആ 10ാം ക്ലാസ് നമ്മുടെ SLC മോഡലുള്ള 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതായത് അവിടെ സയൻസും മാത്സും പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ 10ാം ക്ലാസ് തന്നെ ജനറൽ 10ാം ക്ലാസ് പാസ്സായാൽ ഇതിന് യോഗ്യതയുണ്ട്. 1 വർഷത്തെ കോഴ്സാണ്. അവിടെ 20 സീറ്റുകളുണ്ട് നിലവിൽ. മറ്റൊന്ന് ഇലക്ട്രീഷ്യൻ പവർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന കോഴ്സാണ്. ഇതിനും സെയിം ക്വാളിഫിക്കേഷനാണ്. പക്ഷേ ഈ കോഴ്സ് 2 വർഷത്തെ കോഴ്സാണ്. അവിടെ സീറ്റ് 20ആണ്. മറ്റൊന്ന് ഇപ്പോൾ പുതിയ നമുക്കറിയാം IoT എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൽ വരുന്നൊരു സ്മാർട്ട് ഹെൽത്ത് കെയർ ആണ്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് തന്നെയാണ്. 1 വർഷത്തെ ഡ്യൂറേഷനാണ്. 24 സീറ്റുകളുണ്ട് അതിന്. മറ്റൊന്ന് പുതിയ കോഴ്സായ ഡ്രോൺ ടെക്നീഷ്യനാണ്. ഈ ഡ്രോൺ ടെക്നീഷ്യനും 10ാം ക്ലാസ് യോഗ്യതയാണ്. 6 മാസത്തെ കോഴ്സാണ് ഇത്. 24 സീറ്റുകളുണ്ട്. മറ്റൊന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. അതിന് 10ാം ക്ലാസ് പാസ്സാവണം. 1 വർഷത്തെ കോഴ്സാണ്. 24 സീറ്റാണ്. മറ്റൊന്ന് വെൽഡറാണ്. അതെല്ലാവർക്കും അറിയും. ഇതിന് 8ാം ക്ലാസ് പാസ്സായാൽ മതി. 1 വർഷത്തെ കോഴ്സാണ്. 20 സീറ്റാണുള്ളത്. സോ ഇതിൽ ഓരോ കോഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് ഈ കോഴ്സ് എന്നുള്ളത്. ഇപ്പോൾ CTS സോളാർ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് കോഴ്സ് ITI കോഴ്സാണ്. 1 വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ITI പാസ്സായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കും. നിങ്ങൾക്ക് നിരവധി സംശയങ്ങൾ വരുന്ന കാര്യമാണ് ഈ പറയുന്ന ഒരു ITIയിലേക്ക് കടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പുതിയ കോഴ്സുകൾ. ഈ പറയുന്ന 6 കോഴ്സുകൾ 5 കോഴ്സുകളും പുതിയ കോഴ്സുകളാണ്. പുതിയ കോഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂ ഏജ് കോഴ്സുകളെന്നാണ് ഇവയെ കേന്ദ്ര സർക്കാർ വിളിക്കുന്നത്. അതായത് ഭാവിയിൽ നമുക്ക് ആവശ്യം വരാൻ പോകുന്ന ഫീൽഡുകളെ തിരഞ്ഞെടുത്ത് അതിലേക്ക് ഇപ്പോൾ തന്നെ നൈപുണ്യ വികസനം നടത്തി വെക്കുക, സർട്ടിഫിക്കറ്റുള്ള ആളുകളെ ഇപ്പോൾ തന്നെ കണ്ടെത്തി വെക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 5 കോഴ്സുകളിലും പഠിച്ചിറങ്ങിയാൽ ഉടനെ നിങ്ങൾക്കൊരു ജോലി കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. ജനറലായിട്ടുള്ള ഫീൽഡുകൾ നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ പോകുന്നത് വളരെ വൈകിയായിരിക്കും. അതെങ്ങനെയായിരിക്കും നമ്മൾ കണ്ടറിയേണ്ട ഒരു വിഷയമാണ്. ഈ കോഴ്സുകളിലൊക്കെ എങ്ങനെയായിരിക്കും ആളുകളുടെ ആവശ്യം വരിക എന്നുള്ളതിനനുസരിച്ചായിരിക്കും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ബേസിക് ആയിട്ടുള്ള കോഴ്സ് ഒരു ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റുകളിലൊക്കെ ഇതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കാരണം NCVT നൽകുന്ന സർട്ടിഫിക്കറ്റ്, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ നേരിട്ട് നടത്തുന്ന സ്ഥാപനമാകൊണ്ട് നിങ്ങൾക്ക് ITI കോഴ്സിലെ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഒരു സംശയം വേണ്ട. ഇത് ഈ മിനിസ്ട്രി, കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് ഡയറക്റ്റ്ലി നടത്തുന്ന ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയം വരേണ്ട ആവശ്യമില്ല. പക്ഷേ ജോബ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് മതിയായ സംശയം ഉണ്ടായേ പറ്റൂ. അതും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഈ പറയുന്ന ഫസ്റ്റ് കോഴ്സ് സോളാർ ടെക്നീഷ്യനാണ്. അതായത് ബേസിക്കായിട്ട് ഇലക്ട്രീഷ്യൻ്റെ ഒക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇതിലൂടെ പഠിക്കും. പക്ഷേ മെയിനായിട്ട് നിങ്ങൾ ഈ പറയുന്ന സോളാർ പാനൽ, അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻസ്, ഇൻസ്റ്റാളേഷൻസ്, ഈ കാര്യങ്ങൾ, അതായത് സോളാറിൻ്റെ വോൾട്ടേജ് വ്യത്യാസങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കാനായിരിക്കും ഈ കോഴ്സിലൂടെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരുടെയും സംശയം പറയുന്നത് പോലെ തന്നെ ഒരു സോളാർ ടെക്നീഷ്യനായിട്ട് മാറും. അതായത് സോളാറിൻ്റെ ഒരു പാനലിൽ എന്തെങ്കിലും കേട് വന്നാൽ അത് ശരിയാക്കാവുന്ന ഒരാളായിട്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരാളായിട്ട്, അതിനുള്ള ഒരു യോഗ്യത, സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാളായിട്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന വയർമാൻ്റെ അടുത്ത് ഒരു വയർമാൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. അതുപോലെ സോളാർ ഫിറ്റ് ചെയ്യാൻ വരുന്നതിൻ്റെ അടുത്ത് ഒരു സോളാർ
സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാളായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയും. പക്ഷേ സോളാർ എന്ന് പറയുന്ന സിസ്റ്റം നമ്മൾക്കറിയാം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. സോ അതുകൊണ്ട് പെട്ടെന്ന് ഇത് തന്നെ ഇപ്പോൾ 2018 ഈ കോഴ്സുകളൊക്കെ ആരംഭിക്കുന്നത്. ഈ എല്ലാ കോഴ്സുകളും വെൽഡർ ഒഴിച്ചിട്ടുള്ള എല്ലാ കോഴ്സുകളും 2018 ശേഷം മാത്രം ഉണ്ടായ കോഴ്സുകളാണ്. നിങ്ങൾക്ക് മനസ്സിലാവണം, ഒരു കോഴ്സ് നമുക്കറിയാം തുടങ്ങിയൊരു 5 to 10 വർഷമാവും അതൊന്ന് റണ്ണായിട്ട് തുടങ്ങും. സോ ആ ഒരു കാലതാമസം ഇതിലും ഉണ്ടാവും എന്ന് മാത്രം മനസ്സിലാക്കി. മറ്റൊന്ന് ഇലക്ട്രീഷ്യൻ പവർ ഡിസ്ട്രിബ്യൂഷനാണ്. പവർ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്കറിയാം ഈ പറയുന്ന KCBകളിലൊക്കെ, അതായത് 110 kV സബ് സ്റ്റേഷനുകളിലൊക്കെയുള്ള ഡിസ്ട്രിബ്യൂഷനാണ്. സോ അതിനെക്കുറിച്ച് ഒരു ആധികാരികമായ കോഴ്സാണ് ഈ 2 വർഷത്തിൽ നൽകുക. ഇതിൽ നിങ്ങൾക്ക് ബേസിക്കായിട്ടുള്ളൊരു ഇലക്ട്രീഷ്യൻ കോഴ്സ് ഉണ്ടാവും. അതിനുള്ള സർട്ടിഫിക്കേഷൻ ഇപ്പോൾ ഈ പറയുന്ന എൻവയറമെൻ്റൽ ഇലക്ട്രീഷ്യൻ സർട്ടിഫിക്കേഷൻ ഇത് നൽകുമെന്ന് ചോദിച്ചാൽ നിലവിലില്ലെങ്കിലും അതിനുള്ള ശ്രമങ്ങൾ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ അതുകൂടി ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 2 വർഷത്തെ കോഴ്സ് ഉപകാരപ്രദമായിരിക്കും. മറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് പവർ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ITI യോഗ്യതയുള്ള കോഴ്സുകൾക്കൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. മറ്റൊന്ന് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെ കീഴിൽ വരുന്ന സ്മാർട്ട് ഹെൽത്ത് കെയർ ആണ്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോഡേൺ ഡിവൈസുകളായ ഈ പറയുന്ന മൊബൈലൊക്കെ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചു കൊണ്ടിട്ടുള്ള നമ്മൾ ഒരു ഹെൽത്ത് കെയർ, ഇതിപ്പോൾ വരുന്നത് ഹെൽത്ത് കെയറിലാണ്. അപ്പോൾ ഹെൽത്ത് കെയറിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ സ്മാർട്ട് വാച്ചൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ BP അളക്കുക, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഈ ഡിവൈസ് വെച്ചിട്ട് നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ കണക്ട് ചെയ്ത് നിങ്ങളുടെ അവസ്ഥ അവർക്ക് ഡയഗ്നോസ് ചെയ്യാൻ കഴിയും. അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് പറ്റുകയൊക്കെ ചെയ്താൽ അവർക്ക് പെട്ടെന്ന് നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു നൂതന സാങ്കേതിക വിദ്യയാണ്. പല വിദേശ രാജ്യങ്ങളിലും ഉൾപ്പെടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ വലിയ ആളുകൾക്ക് ഇതുപോലെയുള്ള ഒരു ഡിവൈസ് അവരുടെ കയ്യിലോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിലൊക്കെ ഉണ്ടാവും. സോ അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് പറ്റുകയാണെങ്കിൽ ഈ പറയുന്ന അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഇവരറിയുകയും അവർ ആംബുലൻസോ മറ്റു മാർഗങ്ങളോ സ്വീകരിച്ച് അയാളെ വേണ്ടിയിട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കാനും കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്മാർട്ട് ഡിവൈസ് ഉപയോഗിച്ചിട്ട് ഹെൽത്ത് കെയറിലെ സിസ്റ്റങ്ങൾ നമ്മൾ ആക്സസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഇതും ഒരു നൂതന കോഴ്സാണ്. ഇനി മറ്റൊരു കോഴ്സ് പറയുന്നത് ഡ്രോൺ ടെക്നീഷ്യനാണ്. പക്ഷേ ഇത് 6 മാസത്തെ കോഴ്സാണ്, എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നൊരു കോഴ്സാണ്. കാരണം പരീക്ഷണാർത്ഥത്തിൽ എല്ലാവർക്കും പോയി നോക്കി 6 മാസം കൊണ്ട് ഒരു കോഴ്സ് നിങ്ങൾക്ക് കിട്ടില്ല. ഇതിപ്പോൾ ഒരു ITI സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് 6 മാസം കൊണ്ട് കിട്ടുകയാണ്. സോ എല്ലാവർക്കും പോയി നോക്കാം ഡ്രോണിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഡ്രോൺ എങ്ങനെ നിങ്ങൾക്ക് ഫ്ലൈ ചെയ്യാം, ഡ്രോൺ റിപ്പയർ ചെയ്യാം എന്നീ കാര്യങ്ങളും അടിസ്ഥാനമായ ഇലക്ട്രോണിക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ പഠിക്കണം. അടുത്തത് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് ആണ്. നിലവിലുള്ള ഈ പറയുന്ന നമ്മുടെ ഇപ്പോൾ ഫെമിലിയറായിട്ട് വന്നിട്ടുള്ള ChatGPT പ്രോഗ്രാമിങ് ഈ കാര്യങ്ങളാണ്. സോ അതിൻ്റെയൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മാസ്റ്ററിങ്, AI മാസ്റ്ററിങ് ഒന്നും ഇതിലൂടെ നിങ്ങൾക്ക് നടക്കില്ല എങ്കിലും AIയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ കോഡിങ്, അനലൈസുകൾ ഇവയൊക്കെ ഈ ഒരു കോഴ്സിലൂടെ, ഒരു വർഷത്തെ കോഴ്സിലൂടെ നിങ്ങൾക്കൊരു AI പ്രോഗ്രാം AIയിൽ നിങ്ങൾക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ മാറ്റിയെടുക്കുന്നൊരു കോഴ്സാണ്. നിലവിൽ നല്ലൊരു ഡിമാൻഡുള്ള ഒരു കോഴ്സായിരിക്കും ഇത് കഴിഞ്ഞ വർഷം മാത്രമാണ് നിലവിൽ കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ചിട്ടുള്ളത്. സോ ആ കോഴ്സ് നിലവിൽ ഇവിടെ NSTI കാലിക്കറ്റിൽ അവൈലബിൾ ആണ്. അവിടെ 24 സീറ്റാണ് ഉള്ളത്. നിങ്ങളുടെ 10th മാർക്കിനനുസരിച്ചായിരിക്കും. അതുപോലെ റിസർവേഷനും മറ്റു കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ 24 സീറ്റിൽ നിങ്ങൾക്ക് യോഗ്യത ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന 5 സീറ്റിൽ, അടുത്ത സീറ്റ് കൂടെ പറയാം. CTS വെൽഡർ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. വെൽഡിംഗ് ആണ്, അത് പഠിക്കാം. അതിനൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ITI സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അതെല്ലാ ITIയിലുള്ള വെൽഡർ കോഴ്സ് തന്നെയാണ്. സോ അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. സോ അത് 8ാം ക്ലാസ് പാസ്സായ ആർക്കും ഏത് ഏജ് ഭേദമന്യേ, കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 14 ആണെങ്കിലും ഇതിനൊരു കൂടിയ പ്രായമില്ലാത്തത് കൊണ്ട് ഏത് കാലത്തിലുള്ള ഏതാൾക്കും ഈ ഒരു കോഴ്സൊക്കെ, ഈ പറയുന്ന 6 കോഴ്സും ITIകൾക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് മാക്സിമം ഏജ് ഇല്ല, മിനിമം ഏജ് മാത്രമേ. അതായത് ഇതിൽ ഡ്രോൺ ടെക്നീഷ്യൻ ഒഴിച്ച് ബാക്കി എല്ലാ കോഴ്സുകൾക്കും 14 വയസ്സാണ് മിനിമം യോഗ്യത. ഡ്രോൺ ടെക്നീഷ്യൻ മാത്രം 16 വയസ്സാണ്. പക്ഷെ കൂടിയ യോഗ്യത എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഏജ് ഇല്ല. ആർക്കും ഏത് ഏജിലും ITI കോഴ്സുകൾ പഠിക്കാം. കാരണം ഈ ഒരു ITI കോഴ്സിലൂടെ മെയിനായിട്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ഒരു സ്വയം പര്യാപ്തനായ ഒരു സ്കിൽ വർക്കർ ആക്കുക, ഒരു ടെക്നീഷ്യൻ ആക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് നിയമിക്കുക അതൊക്കെ ഉണ്ട്, ഇല്ലയെന്നല്ല. ഇപ്പോൾ ITIയിലെ ടീച്ചർമാരും അധ്യാപകരും ITIയിലെ ടെക്നീഷ്യൻസും
റെയിൽവേയിൽ ടെക്നീഷ്യൻസും അപ്രൻറ്റൈസുകളും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് സ്വയം തൊഴിലിൽ നിങ്ങൾക്ക് വികസിക്കാൻ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഈ പറയുന്ന സോളാറിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രോണിലോ ഒക്കെ നിങ്ങൾക്ക് സ്വയം പര്യാപ്തമായിട്ട്, വെൽഡറിലൊക്കെ സ്വയം പര്യാപ്തമായിട്ട് തന്നെ ഒരു ഷോപ്പ് തുടങ്ങാനോ നിങ്ങൾക്ക് സാധിക്കും ഈ സർട്ടിഫിക്കറ്റോടുകൂടി. അതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇവർ ക്രൈറ്റീരിയ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. അതായത് 14 വയസ്സ് കഴിഞ്ഞ് സോളാർ ടെക്നീഷ്യൻ, ഇലക്ട്രിക്കൽ പവർ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ IoT ടെക്നീഷ്യൻ, സ്മാർട്ട് ഹെൽത്ത് കെയർ. അതായത് 14 വയസ്സ് കഴിഞ്ഞിരിക്കണം ഈ കോഴ്സുകൾക്ക്. അതിലൊരു കോഴ്സ് ഡ്രോൺ ടെക്നീഷ്യന് മാത്രം 16 വയസ്സായിരിക്കണം. മെറിറ്റ് ബേസിലായിരിക്കും അഡ്മിഷൻ ഉണ്ടായിരിക്കുക. റിസർവേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പോളിസീസിനനുസരിച്ചിട്ടുണ്ടാവും. ഹോസ്റ്റൽ ഫെസിലിറ്റി അവിടെ ലഭ്യമാണ്. അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ സൈറ്റിൽ പോവുക, അവരുടെ സൈറ്റിൽ നിങ്ങൾക്ക് പോവാം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം തന്നെ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും, അതിലും നിങ്ങൾക്ക് അതുവഴിയും അപേക്ഷിക്കാം. അല്ലെങ്കിൽ NST നേരിട്ട് ഗോവിന്ദപുരത്തുള്ള ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അവിടുന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വാങ്ങി അത് പൂരിപ്പിച്ച് അവിടെ തന്നെ 50 രൂപ അടച്ച് അവിടെ തന്നെ നൽകി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ ഫീസാണ്, ആപ്ലിക്കേഷൻ ഫീ ഇല്ല. രജിസ്ട്രേഷൻ ഫീ 50 രൂപയുണ്ട്. അത് SC/ST വിഭാഗങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീ ഉണ്ടാവുകയില്ല, ബാക്കിയുള്ളവർക്ക് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം ITI കോഴ്സുകളിലൊക്കെ പെൺകുട്ടികൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, പെൺകുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള ഫീസുകളും, അതായത് ട്യൂഷൻ ഫീയും എക്സാം ഫീയും ഒഴിവാക്കിയിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നത്, പഠിക്കാൻ ആവശ്യമായിട്ട് ഒരു പെൺകുട്ടികൾക്ക് ഒരു വർഷത്തിന് ഒരു 100 രൂപ അല്ലെങ്കിൽ 200 രൂപയാണ് ചിലവുണ്ടാവുകയുള്ളൂ. പിന്നെ ഹോസ്റ്റൽ, ഫുഡ് എന്നിവയ്ക്ക് കുറച്ച് ഫീസ് ഉണ്ടാവും. അത് കോഴിക്കോടുള്ളവർക്ക് സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന 200 രൂപയിൽ നിങ്ങൾക്കൊരു വർഷത്തെ കോഴ്സ് ചെയ്യാൻ കഴിയും. ചിലപ്പോൾ 200 ഉണ്ടാവില്ല. SC/ST വിഭാഗങ്ങൾക്കാണെങ്കിൽ അത്രയും ഉണ്ടാവും. അതായത് ഒരു ഫീസും ഇല്ലാതെ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു അഡ്മിഷൻ ഫീസ് ഉണ്ടാവും, 100 രൂപ 25 രൂപയൊക്കെ. ആ ഒരു ഫീസ് പിന്നെ ഈ പറയുന്ന രജിസ്ട്രേഷൻ ഫീ 50 രൂപയും കൊടുത്താൽ പെൺകുട്ടികൾക്ക് മൊത്തം ഫ്രീ എന്ന നിലക്ക് തന്നെ ഈ ഒരു കോഴ്സ്, ഒരു വർഷത്തെ കോഴ്സാണെങ്കിലും 2 വർഷത്തെ കോഴ്സാണെങ്കിലും അവിടെ ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കുക. സോ പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇപ്പോൾ തിയറി ക്ലാസ്സുകൾ പഠിക്കാൻ ആഗ്രഹമില്ലാതെ ടെക്നിക്കലി ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇതൊക്കെ നൽകുന്നത്. സോ ഈ ഒരു ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ നിലവിൽ അത് 15/7 5 മണി വരെയാണ്. അതിനകം നിങ്ങൾ ആപ്ലിക്കേഷൻ വാങ്ങി പൂരിപ്പിച്ച് അവിടെ കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ സ്പീഡ് പോസ്റ്റായിട്ട് അയക്കാം. പക്ഷേ ഈ ഡേറ്റിൻ്റെ ഉള്ളിൽ അവിടെ അത് എത്തിയിരിക്കണം എന്നുള്ളത് മാത്രമാണ് ക്രൈറ്റീരിയ. ഇത് 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ ബേസ് ആയിരിക്കും. അതുപോലെ റിസർവേഷനൊക്കെ നോക്കിയിട്ടായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ക്ലാസ്സുകൾ അധികം സെപ്റ്റംബർ 1 ആയിരിക്കും വിളിക്കുക. ഓഗസ്റ്റിലായിട്ട് നിങ്ങൾക്ക് നിയമനം, ഇവിടെ അപ്പോയിൻമെൻറ്റ്, അതായത് നിങ്ങൾക്ക് ഇവിടെ സെലക്ഷൻ ലഭിക്കും. സോ ഇനി ഈ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആധികാരികമായിട്ട് കൂടുതൽ അറിയണമെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഈ പറയുന്ന ഓരോ കോഴ്സുകളും പുതിയ കോഴ്സുകളാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഓരോ കോഴ്സും എന്താണെന്ന് അറിയണമെങ്കിൽ മറ്റൊരു വീഡിയോ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കതിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്യണം, എന്താണ് അതിൻ്റെ സാധ്യതകൾ, അല്ലെങ്കിൽ ആ കോഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ കോഴ്സ് എന്താണ്, ഇതിൻ്റെ യോഗ്യത എന്താണ്, ഇതുകൊണ്ട് എന്തൊക്കെ നിങ്ങൾക്ക് ജോലി സാധ്യതകൾ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് നല്ല ആവശ്യശക്തമാണെങ്കിൽ ആ ഒരു വീഡിയോ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. ഇതുപോലെ തന്നെ ഈ കോഴ്സ് പെൺകുട്ടികൾക്ക് എടുക്കുന്നതിന് സാധ്യതയെക്കുറിച്ചൊക്കെ സംശയം ഉണ്ടാവും. സോ അതൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ പലവരുണ്ടാവും, അവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. പിന്നെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ നൽകും. എല്ലാവർക്കും ഞാൻ റിപ്ലൈ നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് അടുത്ത കൂട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുള്ളവരോ ഇത്തരത്തിലുള്ള ഈ പറയുന്ന +2 പോകാനൊരു താല്പര്യമില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുമാതിരി ടെക്നിക്കൽ ഫീൽഡിനോട് യോജിച്ച് നിൽക്കുന്നത്, ITI ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓപ്ഷൻ എന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ കൂടി എടുത്ത് നോക്കുക. നിങ്ങൾ നേരിട്ട് ഇപ്പോൾ നിങ്ങളൊരു ITIയിൽ ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റി ഇതിലേക്ക് പോകണമെന്നല്ല. നിങ്ങൾക്കൊരു ഓപ്ഷൻ, രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന NSTയെ കൂടി പരിഗണിക്കാവുന്നതാണ്. കാരണം ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള ഒരു ചാനലാണ്. സോ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഫീസ്, ഒരു 2000 ഒരു വർഷത്തെ കോഴ്സിന്
രൂപയ്ക്ക് 2000 അതിനടുത്തോ ഫീസ് ഉണ്ടാവുകയുള്ളൂ. സോ ആ ഒരു കുറഞ്ഞ ഫീസ് അത് ജനറൽ OBC-ക്കാർക്കാണ്. SC/ST പറയുമ്പോൾ 650 700 രൂപ ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഒരു വർഷത്തെ കോഴ്സ് എടുക്കാൻ കഴിയും. പിന്നെ അവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ടാവും. ഹോസ്റ്റൽ ഫെസിലിറ്റിക്ക് മാസത്തിൽ 100 രൂപയാണ് ഈടാക്കുന്നത്. പക്ഷേ അവിടെ ഫുഡ് ഉണ്ടാവില്ല. ഫുഡിന് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ക്യാൻറ്റീനിൽ അവിടെ ഈടാക്കുന്നൊരു ഫീ ഉണ്ടാവും. ഡെയിലി 90 100 അല്ലെങ്കിൽ 75 മുതൽ 100 രൂപ വരെ ആയിരിക്കും ഡെയിലിയുള്ള ഫുഡിനുള്ള 3 നേരത്തെ ഫുഡിനുള്ള വില. സോ അത് കൊടുത്ത് നിങ്ങൾക്ക് നിൽക്കാം. ആ ഒരു ഫീ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നിൽക്കാൻ ഒരു വർഷത്തേക്ക് 1200 രൂപയായിരിക്കും ഹോസ്റ്റലിൽ നിൽക്കാൻ കൊടുക്കേണ്ടി വരും. 1200 1250 രൂപ. പക്ഷേ നിങ്ങൾക്ക് ഫുഡിനായിരിക്കും വലിയൊരു ചാർജ് വരിക, നിങ്ങൾ വീട്ടിൽ നിന്ന് പോയി വരുന്നവരല്ലെങ്കിൽ. സോ എങ്ങനെയാണെങ്കിലും ട്യൂഷൻ ഫീ ഇനത്തിൽ നിങ്ങൾക്കൊരു 2000 രൂപയാണ് മാക്സിമം നൽകേണ്ടി വരുന്നത്. അതുപോലെ ഹോസ്റ്റലും കൂടി ഉള്ളവർക്ക് ഈ പറയുന്ന ഒരു 3500 മാത്രമാണ് കൊടുക്കേണ്ടി വരിക. ഞാൻ പറയുന്ന ഫുഡ് ഒഴിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ഒരു ആവശ്യമാണ്, അത് അവരുടെ ആവശ്യമല്ലല്ലോ. സോ ഫുഡ് നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കുന്ന ഒരു സാധനമാണ്. സോ അങ്ങനെയാണെങ്കിലും എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് വളരെ ഈസിയാണ്. പെൺകുട്ടികൾക്ക് വളരെ മികച്ചതാണ് ഫീസ് ഇനത്തിൽ. സോ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് ഡിസിഷൻ എടുക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അടുത്തുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ഉപകാരപ്രദമായ അറിവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വേണ്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.